കൊച്ചിയിലേക്ക് പോകാം. അവിടെ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ നിന്ന് അഹമ്മദ് മുസ്തഫ കൂടി ചേരുന്നുണ്ട്. മുസ്തഫ രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലുണ്ട്. ആ ക്ഷേത്രത്തിന് ഒരുപാട് ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങൾ ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് തന്നെയാണ്. രാവിലെ അവിടെ വാമനനെ സ്വീകരിക്കുന്നതും മറ്റ് ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയും വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ തൊട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്തായി അവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ നോക്കാം. മുസ്തഫ, എന്തായി അവിടെ ഈ തിരുവോണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? സദ്യക്കുള്ള ഇല വെച്ച് തുടങ്ങിയല്ലേ ഇപ്പോഴേ? ചടങ്ങ് കഴിഞ്ഞിട്ടില്ല ദിവ്യ, പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ക്യാമറ ഒന്നിങ്ങ് തിരിച്ചാൽ വലിയ വിഭവസമൃദ്ധമായ സദ്യയിലേക്ക്, പ്രത്യേകിച്ച് ഒരു 10-20,000 ആളുകൾക്ക് ഇന്ന് സദ്യ ഉണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഈ സദ്യക്ക് തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടല്ലോ. ഓണത്തിന് കേരള സമൂഹത്തിൽ വിളമ്പാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെയുണ്ട്. 22 വിഭവങ്ങളുണ്ട്. 4 കൂട്ടം അച്ചാറുണ്ട്, 2 കൂട്ടം പായസമുണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ മന്ത്രി എത്തിയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഫലഭൂയിഷ്ടമായ കാർഷിക വിളവുകൾ കിട്ടുന്ന ഈ കാലത്തുള്ള സദ്യയാണ്. അത് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുത്താണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ 20,000 പേര് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഈ തവണ ഒരു ചെറിയ ഞങ്ങളുടെ സഹോദരങ്ങൾ നബിദിനം ആഘോഷിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് പേരുടെ കുറവുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റത് വിളമ്പാനൊക്കെ ഒരുപാട്. കാരണം ഇതൊരു മതേതരമായ ഇതിഹാസമാണ്. എല്ലാവരും ഓണം ആഘോഷിക്കുകയായിരുന്നു. ഒരു ചെറിയ കുറവ് ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷേ അതിനനുസരിച്ച് ആൾ കൂടുതൽ വരുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്. അധികം പേരെ പ്രതീക്ഷിക്കുന്നു. എത്ര പേര് വന്നാലും കൊടുക്കുന്നതിന് വൈകുന്നേരം 4 മണി വരെ ഇവിടെ സദ്യ തുടരും. ഇതാണ് എല്ലാവർക്കും മലയാളികളുടെ ഓണം. എല്ലാവരും ഇവിടെ മന്ത്രി രാജീവ് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നീങ്ങാമെന്ന് തോന്നുന്നു. നമസ്കാരം. എന്തായാലും നന്ദി. ഹാപ്പി ഓണം. ഒപ്പം തന്നെ ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമായ ഒരു സദ്യക്കുള്ള പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ 2 ഗേറ്റിലും കുറേ നേരമായി ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഈ സദ്യ വിളമ്പുന്നതിൻ്റെ ഒരു ചടങ്ങ് ഇപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് കുടുംബസമേതം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ MP ഉണ്ട്. അവരൊക്കെ എല്ലാ കാലത്തും ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെത്തി ഈ തിരുവോണ സദ്യയുടെ അല്ലെങ്കിൽ തിരുവോണ ദിനത്തിൽ നടക്കുന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായൊക്കെ വളരെ കൃത്യമായി തന്നെ മുടങ്ങാതെ പങ്കെടുക്കുന്ന ആളുകളാണ്. ആ രൂപത്തിൽ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ സദ്യ വിളമ്പി തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഒരു 4-4:30-5 മണി വരെയൊക്കെ കഴിഞ്ഞ തവണ സദ്യ ഉണ്ടായിരുന്നു. അത്രയധികം ബാഹുല്യം. ഈ ക്യൂ നിൽക്കുന്ന ഈ റോഡൊക്കെ, അതിൻ്റെ പുറത്തൊക്കെ ആളുകൾ വലിയ ക്യൂ ആണ് ഈ സദ്യ കഴിക്കാൻ വേണ്ടി എത്തുന്ന ആളുകൾക്ക്. നേരത്തെ നമ്മോട് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ എന്താണോ ഒരു ഓണത്തിന് വിളമ്പാൻ ഉദ്ദേശിച്ച സദ്യ, അതിൻ്റെ എല്ലാ വിഭവങ്ങളും ചേർത്തുള്ള വളരെ സുഭിക്ഷമായ ഒരു സദ്യ ആയിരിക്കും ഇന്നുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും ഇപ്പോൾ സദ്യയുടെ ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ മന്ത്രി പി രാജീവും ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ള ഈ ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യം വിളമ്പി അതിനുശേഷം ഊണും കഴിച്ച് പോയ പലരും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ സദ്യക്കുള്ള വളണ്ടിയർമാരുടെ പ്രത്യേകമായിട്ടുള്ള മുസ്തഫ ഇപ്പോഴേ ഇലവെച്ച് തുടങ്ങിയാണ്. അതായത് സദ്യ കൊടുത്തു തുടങ്ങുകയാണ്. അപ്പോ ഒരുപാട് പേരുണ്ടാകും. ക്ഷേത്രത്തിലെത്തുന്നവരൊക്കെ ഇന്ന് അവിടെ നിന്ന് സദ്യ കഴിച്ച് മടങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യം കൂടിയാണ്. അപ്പോൾ ഈ വൈകിട്ട് വരെ, അതായത് അവസാന വിശ്വാസി വരെ സദ്യ കഴിച്ച് മടങ്ങുന്നത് വരെ അവിടെ ഇതിങ്ങനെ തുടരുമ്പോൾ സദ്യ കൊടുത്തു തുടങ്ങുമോ? ഇങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ. അതെ, ഇനിയിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി 4:30-5 മണി വരെ സദ്യ മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ അത്രയധികം ആളുകൾ വരുന്നത് കൊണ്ട് ആ ഒരു തിരക്ക് നിയന്ത്രണാതീതമാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വാഭാവികമായും ആ തിരക്ക് അനിയന്ത്രിതമായി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസും ഒപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരുമൊക്കെ ഉണ്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം ഇനിയിപ്പോൾ ഈ 10:30 മണിക്കാണ് സദ്യ തുടങ്ങുക എന്നുള്ളതാണ്. അതെല്ലാ വർഷവും 10:30 മണിക്ക് സദ്യ തുടങ്ങും. അതിനുശേഷം 4-4:30 മണി വരെ ഈ സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ട് അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. അതിന് കൃത്യമായി തന്നെ ഇതിൻ്റെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം വളണ്ടിയർമാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുള്ള
ഒരു കൂട്ടം വളണ്ടിയർമാർ അതുമായി ബന്ധപ്പെട്ട് കർമ്മനിരതരായി തന്നെ രംഗത്തുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും കാരണവശാൽ അത് കൃത്യമായി തന്നെ മുടക്കം വരാതെ, കൃത്യമായി ഏതെങ്കിലും തരത്തിലൊരു ഭംഗം വരാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഓഡിറ്റോറിയത്തിന് അകത്ത് കുറേ പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും അവരുടെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ മുൻനിരയിൽ ഈ ക്യൂവിൽ മുൻനിരയിലേക്ക് ഉള്ള ആളുകൾ അവരൊക്കെ ആദ്യം അതിനകത്ത് കയറിയാൽ പിന്നീട് പുറത്തും സമാനമായ രൂപത്തിൽ ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാവുന്ന ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരി വരുന്നതിനനുസരിച്ച് ഓരോ പന്തി ഒഴിയുന്നതിനനുസരിച്ച് എവിടെയാണോ ഒഴിവുള്ളത് അതിനനുസരിച്ചുള്ള ക്രമീകരണം അവിടെ ഏർപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. അതാണ്